ഡൽഹിയിൽ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം. 40 സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. $30,000 നൽകിയില്ലെങ്കിൽ സ്കൂളുകൾ ബോംബ് വെച്ച് തകർക്കും എന്നാണ് സന്ദേശം. ക്രമസമാധാനം ഏറ്റവും മോശം നിലയിൽ എന്ന ആരോപണവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രീതിയിൽ കൂടുതൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ. ഇതിപ്പോൾ സ്കൂളുകൾക്ക് നേരെയാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? പ്രജൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:15 കൂടിയാണ് ആദ്യ സന്ദേശം ലഭിക്കുന്നത്. ഇമെയിലിലൂടെയാണ് സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗോയിങ്ക സ്കൂളിന് നേരെയായിരുന്നു ആദ്യ സന്ദേശം ലഭിച്ചത്. പിന്നീട് RK പുരം അടക്കമുള്ള 40 സ്കൂളുകളിലേക്കും സമാനമായിട്ടുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നു. ഈ സ്കൂളിലെ കെട്ടിടങ്ങൾക്കുള്ളിൽ വിവിധ ഇടങ്ങളിലായി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. $30,000 ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അത് ലഭിക്കുകയാണ് എങ്കിൽ ഈ ബോംബുകൾ നിർവീര്യമാക്കിക്കൊള്ളാമെന്നുമായിരുന്നു ആ ഇമെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനകളിലൊന്നും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാഴ്ത്തിയ നിമിഷമായിരുന്നു. ഈ രാവിലെ 6:15 കൂടി ഇങ്ങനൊരു സന്ദേശം ലഭിക്കുന്നു. പിന്നാലെ തന്നെ രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ തിരിച്ച് സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ അധികൃതർ പോലീസിന് വിവരം നൽകി. പോലീസും ബോംബ് സ്ക്വാഡും ഒക്കെ ഈ സ്ഥലത്തേക്ക് എത്തി. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും ഈ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് ആം ആദ്മി പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അമിത്ഷായ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ക്രമസമാധാനം അത് പാടെ തകർന്ന നിലയിലാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രജിൻ.